ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഓർ ട്രാൻസ്ലേറ്റേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആണ് കണ്ടത്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് പറഞ്ഞു. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം റിട്ടൺ ഇൻ എനി ലാംഗ്വേജ് അതർ ദാൻ മെഷീൻ ലാംഗ്വേജ് നീഡ്സ് ടു ബി ട്രാൻസ്ലേറ്റഡ് ടു മെഷീൻ ലാംഗ്വേജ്. എന്നാൽ മാത്രമേ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോസസ്സർ ഓർ ട്രാൻസ്ലേറ്റർ റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് കൺവേർട്സ് കോഡ് ഫ്രം വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു അനദർ. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സർ എന്നാണ് പറയുക. അപ്പോൾ അത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ടു വേറൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷനും ഒക്കെ ആവാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോണത് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സാണ്. അപ്പോൾ 3 ട്രാൻസ്ലേറ്റേഴ്സാണുള്ളത്: അസംബ്ലർ, ഇൻ്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. അപ്പോൾ ഫസ്റ്റ് വൺ, അസംബ്ലർ. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് an assembly language program into an equivalent machine language program. ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും പറഞ്ഞിരുന്നു ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ആൻഡ് മെഷീൻ ലാംഗ്വേജ്. അതായത് ഏതൊരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എടുക്കണോ അതിൻ്റെ കറസ്പോണ്ടിങ് മെഷീൻ ലാംഗ്വേജിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ, അതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാണ്. ഓരോ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ്റെയും അതേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് മാത്രമാണ് അസംബ്ലർ ചെയ്യുന്നത്. Then compilers and interpreters. They translate instructions written in high-level language into machine language instructions. അപ്പോൾ high-level language instructionsനെ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതാണ് കമ്പൈലേഴ്സിൻ്റെയും ഇൻ്റർപ്രറ്റേഴ്സിൻ്റെയും ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ടൈപ്പ് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നുള്ളൂ, അസംബ്ലർ. ഇവിടെ നമുക്ക് 2 ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അത് 2 എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വർക്ക് ചെയ്യണത് 2 രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർപ്രറ്റർ എന്താണെന്ന് നോക്കാം. ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് ദി പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് ദി ടൈം ഓഫ് എക്സിക്യൂട്ടിംഗ് ദാറ്റ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻ്റർപ്രറ്റർ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയെന്ന് വെച്ചാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് ചെയ്യുക. അതായത് ദി ഇൻ്റർപ്രറ്റർ വിൽ ടേക്ക് വൺ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ നമ്മളിവിടെ സോഴ്സ് പ്രോഗ്രാം എന്നാണ് പറയുക. എന്നുവെച്ചാൽ ആ പ്രോഗ്രാമിനകത്തു നിന്നാണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി സോഴ്സ് പ്രോഗ്രാം, ദെൻ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്, ദെൻ എക്സിക്യൂട്ട്, ദെൻ ടേക്ക് ദി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം സോഴ്സ് പ്രോഗ്രാം, ട്രാൻസ്ലേറ്റ് ഇറ്റ്, എക്സിക്യൂട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അസംബ്ലി ടു മെഷീൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു 1-to-many കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ അല്ല കിട്ടുക, സെറ്റ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്, ഒരു സീക്വൻസ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ടൊരു 1-to-many കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇൻ്റർപ്രറ്റർ ചെയ്യുക എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സോഴ്സ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എടുക്കും. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സീക്വൻസ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് സോഴ്സ് പ്രോഗ്രാമിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യുക. ദെൻ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് ദി എൻറ്റയർ high level language program into equivalent machine language program called object program before executing it. അപ്പോൾ കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിനെ ആസ് എ ഹോൾ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുക. അതിനുശേഷം ആ ഒബ്ജക്റ്റ് പ്രോഗ്രാം അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുക. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കമ്പൈലേഷൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കാര്യമല്ല. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മാത്രമാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോഗ്രാം ആക്കിയതിന് ശേഷം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ.
പിന്നെ നമുക്ക് ഇൻ്റർപ്രറ്ററിനെയും കമ്പൈലറിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കുറച്ചധികം പോയിൻറ്റ്സ് പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് പ്രോഗ്രാം വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതേ സമയത്ത് കമ്പൈലർ ദാറ്റ് സ്കാൻസ് ദി എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ലേറ്റ്സ് ഇറ്റ് ആസ് എ ഹോൾ ഇൻ ടു മെഷീൻ കോഡ്. കമ്പൈലർ ആ സമയത്ത് എന്താ ചെയ്യുക? നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ മുഴുവനായിട്ട് ഒരേ സമയത്ത് മുഴുവനായിട്ട് ആ സോഴ്സ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യണു, അതിനെ മുഴുവനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടാക്കണം. ദെൻ ഇൻ്റർപ്രറ്റർ ടേക്സ് ലെസ് എമൗണ്ട് ഓഫ് ടൈം ടു അനലൈസ് ദി സോഴ്സ് കോഡ് ബട്ട് ദി ഓവറോൾ എക്സിക്യൂഷൻ ടൈം ഇസ് സ്ലോവർ. അപ്പോൾ ഈ സോഴ്സ് കോഡിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇൻ്റർപ്രറ്റർ ചിലവാക്കാറില്ല. അതേസമയം എക്സിക്യൂഷൻ ടൈം ഇത്തിരി കൂടുതലെടുക്കും, അല്ലെങ്കിൽ അത് സ്ലോവറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ, ട്രാൻസ്ലേഷൻ, എക്സിക്യൂഷൻ, ആ രീതിയിലാണ് പോണത്. അപ്പോൾ ആ എക്സിക്യൂഷൻ്റെ ഇടയിൽ കൂടിയാണ് ട്രാൻസ്ലേഷനും എറർ ചെക്കിങ്ങും എല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും എക്സിക്യൂഷൻ compared to compilers. Then compilers take large amount of time to analyze the source code. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഗ്രാമറൊക്കെ നോക്കുക, അതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ നോക്കുക, എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയം ഈ കമ്പൈലർ സോഴ്സ് കോഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ബട്ട് ദി ഓവറോൾ എക്സിക്യൂഷൻ ടൈം ഇസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. പക്ഷേ എക്സിക്യൂഷൻ ടൈം കുറവാണ് ഇൻ്റർപ്രറ്ററിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം അത് കൂടുതൽ സമയം എടുത്ത് അനലൈസ് ചെയ്ത് എറേഴ്സൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിന് ഒബ്ജക്റ്റ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് എക്സിക്യൂഷൻ. അപ്പോൾ എക്സിക്യൂഷന് കുറച്ച് സമയം എടുക്കണുള്ളൂ, ബാക്കിയുള്ളത് ട്രാൻസ്ലേഷൻ വേറൊരു സ്റ്റെപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നോ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഇസ് ജനറേറ്റഡ്, ഹെൻസ് ആർ മെമ്മറി എഫിഷ്യൻറ്റ്. ഇൻ്റർപ്രറ്ററിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഇല്ല. അതായത് ഒരു പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് കോഡ് ആക്കി വെച്ചിട്ട് അതെടുത്ത് റൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇൻ്റർപ്രറ്ററിന് ഇല്ല. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ എക്സിക്യൂഷൻ നടക്കുകയാണ്. അതുകൊണ്ട് ഇത് മെമ്മറി എഫിഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രോഗ്രാമിനെ മുഴുവനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് കോഡിനെ മുഴുവനായിട്ട് മെമ്മറിയിൽ വെക്കേണ്ടി വരും. ഇവിടെ എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും, മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അത്ര ഇൻസ്ട്രക്ഷൻസ് മാത്രം മതി ആ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ മെമ്മറിയിൽ. അപ്പോൾ അതുകൊണ്ട് മെമ്മറി എഫിഷ്യൻ്റ് ആണ്. അതേസമയം കമ്പൈലർ ജനറേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് വിച്ച് ഫർദർ റിക്വയർസ് ലിങ്കിങ്, ഹെൻസ് റിക്വയർസ് മോർ മെമ്മറി. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുക? കമ്പൈലർ ചെയ്യുക. ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടാവും, അതിന് ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് എക്സിക്യൂഷൻ്റെ മുന്നേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കോഡ് മുഴുവനായിട്ട് നമ്മുടെ മെമ്മറിയിൽ വേണം, ലിങ്ക് ചെയ്യാനായിട്ട് ലിങ്കറൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയും മെമ്മറി എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ കൂടുതൽ മെമ്മറി ആവശ്യമുണ്ട് കമ്പൈലർ യൂസ് ചെയ്യുന്ന സമയത്ത്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് കോഡിനെ ഹോൾഡ് ചെയ്യാൻ കൂടുതൽ മെമ്മറി ആവശ്യമുണ്ട്. Then interpreter continues translating the program until the first error is met. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു എറർ വന്നാൽ അവിടെ നിർത്തി ട്രാൻസ്ലേഷൻ. ഇൻ വിച്ച് കേസ് ഇറ്റ് സ്റ്റോപ്സ്. അതൊരു ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് എറർ വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഹെൻസ് ഡീബഗിങ് ഈസ് ഈസി. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കിട്ടിയാൽ അവിടെ നിർത്തി. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് എറർ എന്ന് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീബഗിങ് എളുപ്പമാണ്. അതേസമയം കമ്പൈലർ ആണെങ്കിൽ ഇറ്റ് ജനറേറ്റ്സ് ദി എറർ മെസ്സേജ് ഓൺലി ആഫ്റ്റർ സ്കാനിങ് ദി ഹോൾ പ്രോഗ്രാം. കമ്പൈലർ മുഴുവൻ പ്രോഗ്രാമും സ്കാൻ ചെയ്യും, അതിനുശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മുഴുവൻ പ്രോഗ്രാമും സ്കാൻ ചെയ്തിട്ട് ഒരു എറർ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുക. ആ പ്രോഗ്രാമിൽ എവിടെയൊക്കെ എറേഴ്സ് ഉണ്ടോ അത്രയും മുഴുവൻ എറേഴ്സും കൂടി ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കാണിച്ചു തരിക. അപ്പോൾ എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റർ വെച്ചിട്ട് ഉള്ള പ്രോഗ്രാമിനേക്കാളും കുറച്ചും കൂടെ ഹാർഡായിരിക്കും. ബിക്കോസ് ദി ഇൻ്റർപ്രറ്റർ മസ്റ്റ് ബി ലോഡഡ് ടു മെമ്മറി, ദർ ഇസ് ലെസ് സ്പേസ് അവൈലബിൾ ഡ്യൂറിങ് എക്സിക്യൂഷൻ. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം മെമ്മറിയിൽ വേണമെന്നറിയാലോ. അപ്പോൾ ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ നമ്മുടെ പ്രോഗ്രാമും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്ററും ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റർ എവിടെ വേണം? നമ്മുടെ മെമ്മറിയിൽ വേണം. അപ്പോൾ ഇൻ്റർപ്രറ്ററും നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനും രണ്ടും മെമ്മറിയിൽ ഒരേ സമയത്ത് വേണം. അതേസമയം കമ്പൈലറിൻ്റെ കേസിലോ ദി കമ്പൈലർ ഇസ് ഓൺലി ലോഡഡ് ടു ദി മെമ്മറി ഡ്യൂറിങ് കമ്പൈലേഷൻ. കമ്പൈലർ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത് കമ്പൈലേഷൻ ടൈമിൽ മാത്രമാണ്. ആൻഡ് സോ ഓൺലി ദി മെഷീൻ കോഡ് ഇസ് റെസിഡൻറ്റ് ഇൻ മെമ്മറി ഡ്യൂറിങ് റൺ ടൈം. അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് കമ്പൈലർ മെമ്മറിയിലിരിക്കുക. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെമ്മറിയിൽ നിന്ന് മൂവ് ചെയ്യിച്ചു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറിയിൽ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക, കമ്പൈലർ ഉണ്ടാവില്ല. Then we have to interpret a program
ഈച്ച് ടൈം വി വാണ്ട് ടു റൺ ഇറ്റ്. ഇൻ്റർപ്രറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എവിടെയും സ്റ്റോർ ചെയ്യണില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ ലൈനായിട്ട് എടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. കമ്പൈലറിൻ്റെ കേസിലോ വൺസ് പ്രോഗ്രാം ഇസ് കമ്പൈൽഡ് വി ക്യാൻ റീറൺ ഇറ്റ് എനി ടൈം. അതായത് ഒരിക്കൽ അതിനെ കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് എപ്പോൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെടുത്ത് റൺ ചെയ്താൽ മതി, വീണ്ടും വീണ്ടും അതിനെ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. Then interpreters suitable for interactive environments such as command line interpretation. ഇൻട്രാക്റ്റീവ് എൻവയോൺമെൻറ്റ്സിനാണ് ഇൻ്റർപ്രറ്റർ നല്ലത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രോംപ്റ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതനുസരിച്ച് നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലത് ഇൻ്റർപ്രറ്ററാണ്. അതേസമയം കമ്പൈലർ ഇസ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്ലേറ്റിംഗ് ദി program once the debugging is over so that the resulting machine code executes efficiently. അപ്പോൾ ഒരിക്കൽ ഡീബഗിങ് ഒക്കെ ചെയ്ത് എറർ ഫ്രീ ആക്കിയതിന് ശേഷം ഇതങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച പ്രോഗ്രാം എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ള സമയത്താണ് കമ്പൈലേഴ്സ് നല്ലത്. അപ്പോൾ ഇൻ്റർപ്രറ്ററിന് എക്സാമ്പിളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് പൈത്തൺ, റൂബി യൂസ് ഇൻ്റർപ്രറ്റേഴ്സ്. പൈത്തൺ, റൂബി എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻ്റർപ്രറ്റേഴ്സാണ് യൂസ് ചെയ്യണത്. അതേസമയം C++ ഇതെല്ലാം കമ്പൈലേഴ്സാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർപ്രറ്ററിൻ്റെയും കമ്പൈലറിൻ്റെയും കമ്പാരിസൺ പറയാനുള്ളത്.